ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിവിൻ പോളി നായകനെ അഖിൽ സത്യൻ തിരക്കഥ സംവിധാനം ചെയ്ത സർവമായ തിയേറ്ററിലെത്തിയിട്ട് ആദ്യ ഞായറാഴ്ച കൂടിയ 4 ദിവസമാണ് ഇന്ന് കടന്നു പോകുന്നത്. ഡിസംബർ 25 വ്യാഴാഴ്ച ക്രിസ്മസ് റിലീസായി തിയേറ്ററിലെത്തിയ സിനിമകളിൽ ഏറ്റവും മികച്ച അഭിപ്രായം നേടിയെടുത്ത് മികച്ച കളക്ഷനുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സർവമായ അഡ്വാൻസ് ബുക്കിംഗിന്റെ കാര്യത്തിൽ ഓരോ ദിവസവും കളക്ഷൻ കൂട്ടുന്ന പ്രവണതയാണ് കാണുന്നത്. ശനിയാഴ്ച കേരളത്തിൽ പ്രീസെയിൽ കളക്ഷനായി 2 കോടി 2 ലക്ഷമാണ് കളക്ട് ചെയ്തതെങ്കിൽ ഇന്ന് ഞായറാഴ്ചയിലെ ഈ സിനിമയുടെ പ്രീസെയിൽ കളക്ഷൻ 2 കോടി 63 ലക്ഷം രൂപയാണ്. മൂന്നാം ദിവസം ഏതായാലും ശനിയാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 4 കോടി 95 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 3 ദിവസം കൊണ്ട് കേരളത്തിൽ 12 കോടി 65 ലക്ഷം രൂപ ഈ സിനിമ സ്വന്തമാക്കിയിരിക്കുകയാണ്. വേൾഡ് വൈഡ് കളക്ഷൻ 31 കോടി റേഞ്ചിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. മോഹൻലാലിന്റെ ഏറ്റവും പുതിയ തെലുങ്ക് പാൻ ഇന്ത്യൻ സിനിമ ഋഷഭ വമ്പൻ പരാജയമായി മാറിയിരിക്കുകയാണ്. നന്ദകിഷോർ തിരക്കഥ സംവിധാനം ചെയ്ത് ഡിസംബർ 25 വ്യാഴാഴ്ച ക്രിസ്മസ് റിലീസായി തിയേറ്ററിലെത്തിയ ഈ സിനിമ മൂന്നാം ദിവസം മുതൽ ശനിയാഴ്ച കേരളത്തിൽ 8,70,000 രൂപ മാത്രമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 3 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ 64 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമയുടെ 3 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 1.5 കോടി റേഞ്ചിലുമാണ്. ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിച്ച് നവാഗതനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത് ഡിസംബർ 18 വ്യാഴാഴ്ച ക്രിസ്മസ് റിലീസായി തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ബബ്ബ അഥവാ ഭയം ഭക്തി ബഹുമാനം. ഈ സിനിമ 10ാം ദിവസം ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 52 ലക്ഷം രൂപയാണ്. 10 ദിവസം കൊണ്ട് 24 കോടി 77 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 44 കോടി 50 ലക്ഷം റേഞ്ചിലുമാണ്. മമ്മൂട്ടിയുടെ കളങ്കാവൾ തിയേറ്ററിലെത്തിയിട്ട് ഇന്ന് ഞായറാഴ്ചയുടെ 24 ദിവസമാണ് പിന്നിടുന്നത്. 23ാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച ഈ സിനിമ കേരളത്തിൽ 13,15,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 36 കോടി 68 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ 23 ദിവസത്തെ കേരള കളക്ഷൻ. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 83 കോടി റേഞ്ചിലുമാണ്. ഷെയ്ൻ നിഗം നായകനായി വീര സംവിധാനം ചെയ്ത് ഡിസംബർ 25 ക്രിസ്മസ് റിലീസായി തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ഹാൾ. ഈ സിനിമ മൂന്നാം ദിവസം ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ 12,20,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 3 ദിവസം കൊണ്ട് 43,20,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. വേൾഡ് വൈഡ് കളക്ഷൻ 60 ലക്ഷം റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. അമൽ കെ ജോബി സംവിധാനം ചെയ്ത ആഘോഷം എന്ന സിനിമ ഡിസംബർ 25 തിയേറ്ററിലെത്തിയിരുന്നു. നരേൻ, ധ്യാൻ ശ്രീനിവാസൻ, വിജയരാഘവൻ, രഞ്ജി പണിക്കർ, ജോണി ആന്റണി എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ 6 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ആദ്യ 3 ദിവസം കൊണ്ട് 21,20,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 35 ലക്ഷം റേഞ്ചിലാണ്. ഉണ്ണി മുകുന്ദൻ, അപർണ ബാലമുരളി എന്നിവർ പ്രധാന താരങ്ങളാകുന്ന മിണ്ടിയും പറഞ്ഞും എന്ന സിനിമയും ഡിസംബർ 25 തിയേറ്ററിലെത്തിയിരുന്നു. അരുൺ ബോസ് തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമ മൂന്നാം ദിവസം ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ 1,70,000 രൂപ മാത്രമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 3 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 9,40,000 രൂപയാണ്. ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് പുറത്തു വന്നിട്ടില്ല. ഡിസംബർ 25 തിയേറ്ററിലെത്തിയ ഹോളിവുഡ് സിനിമയാണ് അനക്കൊണ്ട ഫ്രാഞ്ചൈസിലെ 6ാമത്തെ ചാപ്റ്റർ കൂടിയായ ഈ സിനിമയ്ക്ക് വ്യാഴം, വെള്ളി, ശനി എന്നിങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് കേരളത്തിൽ 18,50,000 രൂപ കളക്ട് ചെയ്യാനായിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് ആദ്യ 3 ദിവസം കൊണ്ട് 4 കോടി 15 ലക്ഷം രൂപയാണ് ഈ സിനിമ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത്. $45 മില്യൺ ബഡ്ജറ്റുള്ള ഈ സിനിമ ലോകമെമ്പാടുമായി ആദ്യ 3 ദിവസം കൊണ്ട് കളക്ട് ചെയ്തിരിക്കുന്നത് $20.5 മില്യൺ ആണ്. ഡിസംബർ 25 ക്രിസ്മസ് റിലീസായി തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് തൂ മേരി മെൻ തേര മൈൻ തേര തു മേരി. സമീർ വിദ്വാൻസ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ കാർത്തിക് ആര്യൻ, അനന്യ പാണ്ഡെ, നീന ഗുപ്ത, ജാക്കി ഷ്രോഫ് എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ ആദ്യ 3 ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തത് 7 ലക്ഷം രൂപയാണ്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 3 ദിവസം കൊണ്ട് 21 കോടി 75 ലക്ഷം സ്വന്തമാക്കിയ ഈ സിനിമ വിദേശ കളക്ഷനായി കളക്ട് ചെയ്തിരിക്കുന്നത് 3.5 കോടി രൂപയാണ്. ആദ്യ 3 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി അങ്ങനെ ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 25 കോടി 25 ലക്ഷം രൂപയാണ്. 1000 കോടി ക്ലബ്ബിൽ എത്തപ്പെട്ട ബോളിവുഡ് സിനിമയായ ദുരന്തർ മൂന്നാമത്തെ ഞായറാഴ്ച കൂടിയ 24ാം ദിവസത്തിലേക്കാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. രൺവീർ സിംഗ് നായകനായി ആദിത്യ ധർ തിരക്കഥ സംവിധാനം ചെയ്ത് ഡിസംബർ 5 തിയേറ്ററിലെത്തിയ ഈ സിനിമ ആദ്യ 23 ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തിരിക്കുന്നത് 5 കോടി 58 ലക്ഷം രൂപയാണ്. 23 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 801 കോടി 50 ലക്ഷം രൂപയും വിദേശ കളക്ഷൻ 230 കോടി രൂപയുമാണ്. ഇന്നലെ ശനിയാഴ്ച വരെയുള്ള 23 ദിവസം കൊണ്ട് ഈ സിനിമ ലോകമെമ്പാടുമായി 1,031 കോടി 50 ലക്ഷം രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.